അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ശറഫാക്കപ്പെട്ട ശരീരത്തിലുണ്ടായ മുടി, അവിടുത്തെ ശരീരത്തിൽ പൊടിഞ്ഞ വിയർപ്പ്, അവിടുത്തെ ശരീരം സ്പർശിച്ച വസ്ത്രം, അവിടുത്തെ ശരീരത്തിലുണ്ടായിരുന്ന നഖം, അവിടുത്തെ ശരീരം സ്പർശിച്ച വസ്തുക്കൾ, അവിടുത്തെ ശരീരത്തെ എന്താ ജമാഅത്തെ ഇസ്ലാമിയുടെ ആള് പറഞ്ഞത്? ബോഡി വേസ്റ്റ്. ബോഡി വേസ്റ്റ് എന്ന പ്രയോഗം ഈ മുസ്ലിം സമുദായത്തിലേക്ക് ആദ്യമായി കൊണ്ടുവന്നത് ജമാഅത്തെ ഇസ്ലാമിയാണ്. ബോഡി വേസ്റ്റ്. ആരാണ് ആ വിഷയത്തിൽ നീതി പുലർത്തിക്കൊണ്ട് സംസാരിച്ചത്? ജമാഅത്തുകാരാണോ? ജമാഅത്തുകാർക്കത് പണ്ടേ ബോഡി വേസ്റ്റ് ആണ്. ചേകന്നൂരികളാണോ? അവർക്കത് പണ്ടേ ബോഡി വേസ്റ്റും ഏറ്റവും വലിയ എല്ലാ രൂപത്തിലുള്ള മാലിന്യവുമാണ്. പിന്നെയോ മുജാഹിദ് പ്രസ്ഥാനത്തിൽ നിന്ന് പോയവരാണോ? അവർക്കും സാധിച്ചില്ല. കാരണം അവരും തബറുക്കിനെ നിഷേധിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുടിയാണെങ്കിൽ പോലും അതിനൊരു ബറക്കത്തുമില്ല എന്നാണ് അവരും എഴുതിവിട്ടിട്ടുള്ളത്. അതെ, നമ്മൾ മനസ്സിലാക്കണം, ഹദീസ് നിഷേധത്തിന്റെ നാമ്പ് ഹൃദയത്തിലുള്ള മുഴുവൻ ആളുകളുടെയും സ്വഭാവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് ഉള്ള യാഥാർത്ഥ്യങ്ങളെ പോലും അംഗീകരിക്കാൻ സാധ്യമാവാതെ തള്ളിക്കളയുന്നൊരവസ്ഥ പലർക്കും ഇന്ന് ദഹിക്കുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുടിക്ക് പ്രത്യേകതയുണ്ടോ? ഉണ്ട് സഹോദര, ഉണ്ട്. സഹാബിമാരത് ബറക്കത്തിന് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. അവിടുത്തെ വിയർപ്പ് സൂക്ഷിച്ചിട്ടുണ്ട്, അവിടുത്തെ മുടി സൂക്ഷിച്ചിട്ടുണ്ട്. ഒരു സംശയവുമില്ല. അത് പറയുന്നതിൽ ഒരു ലജ്ജയും നമുക്ക് വേണ്ടതില്ല.